എളുപ്പവും രുചിയോടുകൂടിയും ഒരു നോൺ വെജായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റാണ്. നമുക്കിതുണ്ടാക്കുന്ന ഒന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. പൊട്ടറ്റോ എഗ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, 2 മുട്ടയും എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി തോടൊക്കെ മാറ്റിയെടുക്കുകയും ചെയ്യാം. ഉരുളക്കിഴങ്ങെല്ലാം നല്ല ഈവനായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് കുഴഞ്ഞു പോകാത്ത വിധത്തിലൊന്ന് വെന്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വെന്തെടുക്കാനായിട്ട് വെക്കാം. പൊട്ടറ്റോ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ ചേർക്കാനായിട്ട് ഞാനൊരു 8 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്, 4 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് അധികം വെന്തുടയാതെ നമ്മൾ എടുത്തു. അതുപോലെ പുഴുങ്ങിയ മുട്ടയും ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ മെഴുക്ക് പുരട്ടിക്കെല്ലാം നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇടിച്ചെടുത്ത മുളകും ഉള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. നമുക്കിതിലേക്ക് വെന്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട്, നല്ലൊരു കളറൊക്കെ ഉണ്ട്. ചെറുകെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോകാതെ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണിത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ എഗ് മെഴുക്ക് പുരട്ടി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.